انصر يا رسول الله بنيابتك في صحبتك. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വമായ ബദ്റുസ്സാദാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്നേഹിതരായ കാവലക്കട്ട ഹസ്രത്ത്, അതുപോലെ തന്നെ സംഘടന നേതാക്കളായതായിരിക്കുന്ന നമ്മുടെ അനവധി ഉസ്താദന്മാർ, നേതാക്കളുണ്ട്. അവരെല്ലാം ഒറ്റ പേര് പറഞ്ഞിട്ട് കുറേ നീട്ടുന്ന ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ഖാജ തങ്ങളുടെ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കരുതിക്കൊണ്ട് വന്നവരാണ്. അതുപോലെ തന്നെ സംഘടന നേതാക്കളായതായിരിക്കുന്ന ഉമറാക്കൾ, നേതാക്കൾ, മുഅ്മിനീങ്ങൾ, സഹോദരന്മാർ എല്ലാവരും ഇവിടെ വന്നെത്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല അവന് പൊരുത്തപ്പെട്ട അടിമകളിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഓരോരുത്തർക്കും അവർക്കുള്ള മുറാദുകൾ, ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ശാരീരികവും മാനസികമായ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, എന്ത് വിഷയത്തിൽ ഞാൻ തുടങ്ങുന്നില്ല. ഏത് തുടങ്ങിയെങ്കിലും അതൊരു ബെപ്പിലേക്ക് എത്തിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാ സമയങ്ങളും ബഹുമാനപ്പെട്ട നമ്മളുടെ നേതാവായ ബദ്റുസ്സാദാത്ത് തങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. മൂപ്പര് വേണ്ടിയ പോലെ സംസാരിച്ചോട്ടെ. പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, ഇക്കൊല്ലം റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് 65ഓളം വരുന്നതായിരിക്കുന്ന ഇവിടുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് സനദ് കൊടുത്തു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇത് നമ്മുടെ വലിയൊരു സമ്പത്താണ്. ദാറുൽ ഇർശാദ് ചെയ്യുന്ന വലിയൊരു കൊടുകയാണ് സമുദായത്തിലേക്ക്. ഇത് നമ്മളുടെ മക്കളല്ല, നമ്മളെ പുള്ളിമാരല്ല, നമ്മളെ കുടുംബക്കാരുമല്ല. അല്ലാത്ത നിരക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സമുദായത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധ അഹ്ലുസുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുടെ മക്കളാണ്. അവരാണ് ഇവിടുന്ന് പഠിച്ചിട്ട് വലിയതായിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു അവരെ എത്തിച്ചു. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും ഉയർച്ച കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അവർക്കും അവരെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും സമുദായത്തിലേക്കും ഒരു ഉപകാരമുള്ളതായിരിക്കുന്ന മക്കളാക്കി അല്ലാഹു തീർക്കുമാറാകട്ടെ. ഇന്ന് ദ്വാരക്കാന്നല്ലാണ്ട് വേറെ കൂടുതലായി പറയാനൊന്നുമില്ല. നമ്മൾക്ക് ഈ കൊല്ലത്തെ ഈ അജ്മീർ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിനെ നടത്താൻ വേണ്ടിയിട്ട് ഇതിക്ക് മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ വലിയ പ്രയാസം, ബുദ്ധിമുട്ട്, സ്ഥാപന ലാഹിറിൽ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സന്തോഷമാണ്. പക്ഷേ സാമ്പത്തികമായി ഉള്ള തകർച്ച വളരെ കൂടിയിട്ടുണ്ട്. എല്ലാ സ്ഥാപനക്കും ബാധിച്ചിട്ടുണ്ട്. അത് ദാറുൽ ഇർശാദിലേക്ക് കുറേ കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരു മാസത്തിലേക്ക് 13 ലക്ഷം ഉറുപ്പിക ഇവിടെ ചിലവുണ്ട്. 450 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 50ഓളം വരുന്നതായിരിക്കുന്ന സ്റ്റാഫുകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെല്ലാം ഇരിക്കുമ്പോൾ ഇവർക്കെല്ലാം ഇവിടെ നടത്താനിന് വലിയ പ്രയാസമുണ്ട്. എനിക്കാണെങ്കിലോ ഗൾഫിലേക്ക് ഇങ്ങനെ പോയിട്ട് ചുറ്റാനോ പിടിക്കാനുള്ള ഒരു ആഫിയത്ത് എനിക്ക് ഇല്ല, കുറഞ്ഞു പോയി. പോകുന്ന കാലത്തെല്ലാം പോയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൻ്റെ അകത്ത് ഈ സ്ഥാപനൻ്റെ കാര്യമെല്ലാം സ്ഥാപനൻ്റെ ആൾക്കാർ ഇതിൽ നല്ല ഒരു ഭദ്രമായ കമ്മിറ്റികൾ ഈ സ്ഥാപനക്കുണ്ട്. ബഹുമാനപ്പെട്ട കന്യാണ ഉസ്താദ്, അതുപോലെ തന്നെ കാസിം ഉസ്താദ്, അതുപോലെ തന്നെ പുളിക്കൂർ ഉസ്താദ് തുടങ്ങിയുള്ള ഒരുപാട് നല്ലതായിരിക്കുന്ന നല്ല ആലിമീകളെല്ലാം ഈ കമ്മിറ്റിൻ്റെ അകത്തുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടുന്ന സഹായങ്ങളും ഒത്താശയങ്ങളും എല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. എങ്കിലും ഇവരെ കൊണ്ട് ഇതിനെ നടത്താനുള്ളതായിരിക്കുന്ന കഴിവ് അവരെ സ്വന്തം കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തതായിരിക്കുന്ന ചുറ്റുഭാഗത്തിലുള്ളതായിരിക്കുന്ന നമ്മുടെ സംഘടന നേതാക്കളെല്ലാം കൂടിയിട്ട് ഇവിടേക്ക് ഒരു സ്വാഗത സമിതി ഉണ്ടാക്കി അവർ പ്രവർത്തിച്ചിട്ടാണ് ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചോറിൻ്റെ കഞ്ഞിൻ്റെ പൈ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിട്ടാണ് ഇന്ന് കുറേ ആൾക്കാർ ഇവിടെ സ്ഥാപനക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. അരികളായിട്ടും പഞ്ചസാരകളായിട്ടും അതുപോലെ തന്നെ മുളകായിട്ടും മറ്റുള്ള തേങ്ങ തുടങ്ങിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ട് എത്തിച്ചിട്ടുണ്ട്. അവരൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്
ദ്വാരക്കുമല്ലോ, അതിற்கு വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ മിത്തൂർ, അതായത് ഹസൈനാർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ മിത്തൂർ ജമാഅത്തിൽപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ അൽഹംദുലില്ലാ നമ്മുടെ അടുത്ത നാട്ടുകാരാണ്. വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഒരു ലക്ഷത്തോളം വരുന്ന പൈസൻ്റെ വിലക്കുള്ള സാധനങ്ങളെല്ലാം അവരുടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു ചെയ്തു മാറാട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ സനത് ദാനത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് കോട്ടും തലയിക്കെട്ടും ഇതെല്ലാം സംഭാവന ചെയ്ത എൻ്റെ സ്നേഹിതരായ ബഷീറാജി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും സന്തോഷം ചെയ്യട്ടെ. അതുപോലെ തന്നെ ആടുകൾ വാഗ്ദാനം ചെയ്ത ഒരുപാട് ആൾക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അവരെല്ലാം കുറേ ആൾ കൊണ്ടുവന്നിട്ട് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഉസ്താദന്മാർക്ക് രാത്രിത്തെ ഭക്ഷണം ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അതുപോലെ തന്നെ ആദം എന്ന് പറയുന്ന ആട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ മീനുകളെല്ലാം കൂടിയിട്ട് ഇവിടെ സോലാറിന് വേണ്ടിയിട്ട് 5 ലക്ഷം ഉറുപ്പിക ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവരെ എല്ലാം ഇറങ്ങിയിട്ട് ജനങ്ങളോട് ചോദിച്ച് പിടിച്ചിട്ട് പിരിച്ചിട്ട് കൊടുത്തതാണ്. സോലാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തുടങ്ങിയതാണ്. അത് നോക്കുമ്പോൾ 35 ലക്ഷം എനിക്ക് ചിലവുണ്ട്. ഒരു മാസത്തിലേക്ക് 1 ലക്ഷം ഉറുപ്പിക കറണ്ട് ബില്ല് വരുന്നുണ്ട്. അത് എല്ലാ മാസവും കെട്ടാൻ കഴിയുന്നില്ല. ഒരേ പ്രാവശ്യം കെട്ടാൻ കഴിയാത്തതുകൊണ്ട് ഫീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടുന്ന് വന്നിട്ടുണ്ട്. ആ അവസ്ഥയ്ക്ക് വളരെ പ്രയാസമുള്ളതുകൊണ്ട് സോലാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ് തങ്ങൾ ഇരിക്കുന്ന സമയത്ത്. അത് 15 ലക്ഷം ഒട്ടാക്കി പിരിഞ്ഞതാണ്. 35 ലക്ഷം അതിലേക്ക് വേണം. 15 ലക്ഷം പൈസ പിരിഞ്ഞിട്ടുണ്ട്. ഇനി 20 ലക്ഷത്തോളം പൈസ പിരിയാനുണ്ട്. അത് പിരിഞ്ഞിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു ഇതിലേക്ക് തൗഫീഖ് ചെയ്യുമാറാട്ടെ. ഉടുപ്പിയിൽ നിന്ന് മണിപ്പുറത്ത് നിന്ന് ഇവിടുത്തെ മുത്തഅല്ലിമകൾക്ക് വേണ്ടി പ്ലേറ്റും ഗ്ലാസും എല്ലാം അവിടുന്ന് ജമാഅത്തിൽ നിന്ന് ശേഖരിച്ചിട്ട് ബഹുമാനപ്പെട്ട അവിടുത്തേതായിരിക്കുന്ന ഒരു മുസ്ലിയാർ എല്ലാം അധ്വാനിച്ചിട്ട് ഉണ്ടാക്കി തന്നതാണ്. അല്ലാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. അതുപോലെ തന്നെ കുവൈത്തിൽ നിന്നിട്ട് അവിടുത്തെ ദാറുൽ ഇർശാദുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹിതന്മാർ കൂടിയിട്ട് 1 ലക്ഷം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബെ ഉസ്താദ് എന്ന് പറയുന്ന ആൾ, അയാൾ 2 ലക്ഷം രൂപ ഇവിടെ സോലാറിന് വേണ്ടി തന്നിട്ടുണ്ട്. UAE-യിൽ നിന്നിട്ടും സൗദിയിൽ നിന്നിട്ടും ഖത്തറിൽ നിന്നിട്ടും ദാറുൽ ഇർശാദിൻ്റെ കമ്മിറ്റികളെല്ലാം കൂടിയിട്ട് അവർ ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറേറ്റർ ഒരാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആൾ എത്തിക്കും. അതേപോലെ തന്നെ കബീറാജി നമുക്ക് വേണ്ടി എല്ലാ ആവശ്യത്തിനും സഹായിക്കുന്ന ആളാണ്. പടച്ചവൻ അയാൾക്ക് ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ തസ്കിയ ക്ലാസ് ക്യാമ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട്. വെറും പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ക്ലാസ് നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1,500-ഓളം പെണ്ണുങ്ങൾ വന്നിട്ട് ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ക്ലാസ്. നമ്മളെ നൗഫുൽ ക്ലാസ് ഇവിടെ ക്ലാസ് എടുത്തിട്ട് വലിയ സന്തോഷമായിട്ടുണ്ട് എല്ലാവർക്കും. അതായിരിക്കും അതിനെ സംഘടിപ്പിച്ചവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അതുപോലെ തന്നെ നൗറത്തുൽ മദീന എൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വകയിൽ ഇവിടെ കുട്ടികളെല്ലാം കൂടിയിട്ട് കുറേ എണ്ണ കൊണ്ടുവന്നിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കബക്ക, മിത്തൂർ, അളക്കമജൽ, കമ്പളവട്ടു, അതേപോലെ തന്നെ പാട്ടർകോടി, നേർലക്കെട്ട്, അതേപോലെ കൊടാജ, കോള്യ, കോൽപ്പ, പിന്നെ കൊടിപ്പാടി, കല്ലക, മറ്റുള്ള ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങളിൽ നിന്നിട്ട് എല്ലാ ആൾക്കാരും ഇവിടേക്ക് സന്ധ്യയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ അതേപോലെ ഇവിടുത്തെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾക്കിവിടെ ഇന്ന് ഇതുപോലെയുള്ള പരിപാടി നടത്താനും ഇവിടെ എല്ലാം ഈ സ്ഥാപനം ഉണ്ടാക്കാൻ കാരണക്കാരാണ് ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് കോയം മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. അവർക്കുള്ള കുടുംബങ്ങൾ ഇപ്പോൾ ഹയാത്തുണ്ട്. ബഹുമാനപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ എല്ലാം ആ മരിച്ചുപോയവരുടെ ഖബറിനെ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഹയാത്തുള്ളവരുടെ ആയുസ്സിനെ അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് ഉദ്യാർത്ഥമോ KS മുഹമ്മദ് ആച്ചൂടെ 24,000 രൂപ ഇവിടെ സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു അയാൾക്ക് ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. മെമ്പർഷിപ്പ് തന്നവരുണ്ട്. പിന്നെ റിസീവർമാർ നമ്മൾക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ എന്നിട്ട് വിദ്യാർത്ഥികൾ കൂടെ നിന്നിട്ട് നാസിർ എന്ന് പറയുന്ന ആൾ, അതുപോലെ തന്നെ മറ്റുള്ളതായിരിക്കുന്ന കുറേ വിദ്യാർത്ഥികൾ നമ്മളുടെ അടുത്ത് പഠിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ അവരിനെ അല്ലാഹു സന്തോഷത്തിലാക്കി തരുമാറാട്ടെ. ഇവിടുത്തെ സ്റ്റാഫുകൾ ഇതിന് വേണ്ടിയിട്ട് ധാരാളം കഷ്ടപ്പെടുന്നവരും അധ്വാനിക്കുന്നവരുമാണ്. ഈ സ്ഥാപനം നടക്കുന്നത് എൻ്റെ ഫോർ കൊണ്ടിട്ടൊന്നുമല്ല. ഇവിടെ നല്ലോണം ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ നല്ലോണം ഈ കുട്ടികളുടെ
പിന്നെ ഗുണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും സ്ഥാപനൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉസ്താദന്മാരാണ്. അവർക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളത്തിന് മരിച്ചുപോയ സ്നേഹിതരായ ഉസ്മാനാജി, അവരെ നമുക്ക് എപ്പോഴും മറക്കാൻ കഴിയില്ല. എപ്പോഴും സദസ്സിൻ്റെ അകത്ത് മുന്നിലിരിക്കുന്ന ഒരാളാണ്. അയാൾ ആഖിർ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ റാജി കമാൽ മുഹമ്മദ് ഹാജി എന്നവർ, അവർ അല്ലാഹു ഖൈറാകട്ടെ. അതുപോലെ തന്നെ സുൽത്താനാജി, അവരുടെ ഖബറിനെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കമ്മാടിയാജി തുടങ്ങിയുള്ള നമ്മളെ എല്ലാം പിരിശം വെക്കുന്നതായിരിക്കുന്ന കൂട്ടം സഹായിക്കുന്ന സഹകരിച്ചതായിരിക്കുന്ന ആൾക്കാർ, അവർക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മരിച്ചവരുടെ ഖബറുകളെല്ലാം അല്ലാഹു, അതേപോലെ തന്നെ അവരുടെ മരിച്ചുപോയ ആൾക്കാരുടെ ഖബറുകളെല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ അതുപോലെ തന്നെ മലേഷ്യത്തിൽ നിന്നിട്ട് നിസാമ് തുടങ്ങിയുള്ള നമ്മളെ അനവധി സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. മലേഷ്യത്തിലുള്ള ആൾക്കാർ, അവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളെ ഷേഖ് ബാ ഹാജി എന്ന് പറഞ്ഞെങ്കിൽ അയാളെ അറിയാത്തവർ ആരുമില്ല. നമ്മളെല്ലാ കഴിഞ്ഞതായിരിക്കുന്ന ഇങ്ങനെ പോലെയുള്ള സമ്മേളനങ്ങളിൽ അയാൾ വലിയ ബല അബുദാബിയിരിക്കുന്ന കാലത്ത് അയാൾ സഹായിച്ച സഹായത ഇപ്പോൾ ആർക്കും മറക്കാൻ കഴിയില്ല. ടൈലർ മിഷനായിട്ടും പലതും ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അയാൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അയാൾ ഇരിക്കുന്ന കാലത്തോളം ദാറുൽ ഇർശാദിലേക്ക് എപ്പോഴും ഒരു കൊല്ലത്തിലേക്ക് 10,000 രൂപ തരുമെന്ന് പറഞ്ഞ് മാസത്തിന് 10,000 രൂപ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ പൈസ തന്നതെന്നോ അത് ബടക്കായിട്ടില്ല കേട്ടാ. അതെല്ലവും ഇന്ന് നിങ്ങളെ കണ്ണിലേക്ക് കാണുന്നുണ്ട്. ഇതെല്ലവും നിങ്ങളുടെ സമുദായത്തിൻ്റെ സ്വത്താണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിനെ സമുദായം ഏറ്റെടുക്കണമെന്ന്. ഈ സ്വത്ത് ഇതിനെ വളർത്തണം. ഞാനിപ്പോൾ എപ്പോൾ മരിക്കുമെന്ന് അറിയില്ല. എൻ്റെ കാലക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞു. ഞാൻ ഒന്നിച്ചിട്ട് ജീവിച്ച ആൾക്കാർ, എൻ്റെ ശരീക്കന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇത് നിൽക്കാൻ കഴിയുന്നില്ല. നിന്നിട്ട് പ്രസംഗിക്കുവാൻ പ്രയാസമാണ്, കാല് പിറക്കുന്നത്. അപ്പോൾ അത്രയും ആഫിയത്ത് കുറവുണ്ട്. അതുകൊണ്ട് എൻ്റെ ചങ്ങായിമാരെ, പിരിശക്കാരെ, മൂമിനിങ്ങളെ, ആലിമീങ്ങളെ എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം പരസ്പരം സഹകരിച്ച് ഇതിനെ ഏതായ നല്ല രൂപത്തിനൊക്കെ തീനെ വളർത്തിക്കൊണ്ടു പോകണം. ഇത് നിന്നു പോകാൻ പാടില്ല. നമ്മളെ കാലത്തിൻ്റെ ശേഷം ഉസ്താദുണ്ടായി അയാൾക്ക് വല്ല നടന്ന് ഇപ്പൊന്നും നടക്കുന്നില്ല എന്നായി പോകാൻ പാടില്ല. അത് ആരതോ മക്കളതോ മരുമക്കളതോ ഒരു സ്വത്ത് ഇതല്ല. ഇത് സമുദായത്തിൻ്റെ ഒരു സ്വത്താണ്. അതുകൊണ്ട് സമുദായം എല്ലാം കൂടിയിട്ട് ഇതിനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇതിനെ നല്ല മട്ടത്തിൽ നടത്തി വരണം. അതുപോലെ തന്നെ നമ്മളെ ചുറ്റുഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനമുണ്ട്. അടുത്ത് നമ്മുടെ തോക്ക ഉസ്താദിൻ്റെ ദാറുൽ മുസ്തഫ ഉണ്ട്. അതുപോലെ തന്നെ അൽ മദീന ഉണ്ട്. അതുപോലെയുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും നമ്മളൊക്കെ ഒന്ന് കഴിയുന്ന സഹായങ്ങൾ സഹായിച്ച് എല്ലാത്തിനെയും അതിനെ വളർത്തണമെന്നും പ്രത്യേകമായി വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദ്വാരക്കണമെന്നും ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാ സമയം ദീർഘിച്ചതുകൊണ്ട് തങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കൊണ്ടിട്ട് ഞാൻ എന്നെ സംസാരം നിർത്തുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.